ജപമാല നമ്മളുടെ കൈകളിൽ എപ്പോഴും കൊണ്ട് നടക്കാനായിട്ട് സാധിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് മറന്നു പോകും. അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് രക്ഷകനായ ദൈവം നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്, ജന്മദിന സമ്മാനമായിട്ട് നൽകിയിട്ടുള്ള ഒരു 10 മണിക്കൊന്തയുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ കൈകൾ ജപമാലയാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ജന്മദിന സമ്മാനമായിട്ട് നൽകിയ ഈ 10 മണിക്കൊന്ത എപ്പോഴും കൂടെയുണ്ട്. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ 10 മണിക്കൊന്ത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാച്ച എന്തെങ്കിലും കാരണത്താൽ ജന്മം കൊണ്ടോ അതുമല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ അപകടങ്ങളിലൂടെ വിരലുകൾ നഷ്ടപ്പെട്ട ഒരുപാട് പേര് നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അപ്പം അവർക്കെന്തേ ഈ 10 മണിക്കൊന്ത തമ്പുരാൻ സമ്മാനമായിട്ട് കൊടുക്കാതിരുന്നേ എന്നൊരു ചോദ്യം വരുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ജപമാല എന്നത് ഈ കൈകൾ കൊണ്ട് ഉരുവിടേണ്ട ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് നാം ചെയ്തു തീർക്കേണ്ട പ്രവൃത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 53 മണി ജപം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതുകൊണ്ടോ 10 മണി എന്ന് പറയുന്ന വലിയ രഹസ്യം തമ്പുരാൻ തന്ന ഈ ജന്മദിന സമ്മാനത്തിലൂടെ ഉരുവിട്ടതുകൊണ്ടോ ഞാനെന്ന വ്യക്തിയിൽ എൻ്റെ നല്ല പ്രവൃത്തി, എൻ്റെ നല്ല ചിന്ത, എൻ്റെ നല്ല വാക്ക് മറ്റുള്ളവരിലേക്ക് ഒരു ജപമാലയായി പകർന്ന് നൽകപ്പെട്ടില്ല എങ്കിൽ നമ്മളുടെ ജീവിതം, നമ്മളുടെ പ്രാർത്ഥന ഒക്കെ വ്യർത്ഥം. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, അമ്മയോട് മുട്ടി നിന്ന് അമ്മയെയും കൂട്ടി തമ്പുരാനോട് ഒട്ടി നിൽക്കേണ്ട ഒരു യാത്രയാണ് ഓരോ കത്തോലിക്ക വിശ്വാസിയുടെയും യാത്ര. ഈ യാത്ര വിശ്വാസത്തോടെ, ഗൗരവത്തോടെ നമുക്ക് ഈ മാസം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.